ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ സെന്റൻസസിനെ കുറിച്ചാണ്. കണ്ടീഷണൽ സെന്റൻസസ് എന്താണ്? കണ്ടീഷണൽ സെന്റൻസസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. കണ്ടീഷണൽ സെന്റൻസസ് ആർ sentences that express the degree of probability that something will, might or could happen or have happened. എന്താണ്? എന്തെങ്കിലും മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു സാധ്യതയെ കാണിക്കുന്ന സെന്റൻസ് ആണ് കണ്ടീഷണൽ സെന്റൻസസ്. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവേ. ഒരു കംപ്ലീറ്റ് കണ്ടീഷണൽ സെന്റൻസിൽ രണ്ട് ക്ലോസുകൾ കാണും. ഒരു കംപ്ലീറ്റ് കണ്ടീഷണൽ സെന്റൻസിൽ രണ്ട് ക്ലോസുകൾ കാണും. ഒന്നാമത്തേത് മെയിൻ ക്ലോസ് ആയിരിക്കും. മെയിൻ ക്ലോസ്. രണ്ട് സബോർഡിനേറ്റ് ക്ലോസും ആയിരിക്കും. അങ്ങനെ രണ്ട് ക്ലോസസ് കാണും. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഇതില് മെയിൻ ക്ലോസ് എന്ന് പറയുന്നതാണ് റിസൾട്ട്. ആ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന്റെ അല്ലെങ്കിൽ സംഭവിച്ച കാര്യം റിസൾട്ടാണ് മെയിൻ ക്ലോസിൽ പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസിലാണ് കണ്ടീഷൻ പറയുന്നത്. അല്ലെങ്കിൽ റിസൾട്ട് ക്ലോസിനെ നമ്മൾ എന്ത് പറയും? മെയിൻ ക്ലോസിനെ നമ്മൾ റിസൾട്ട് ക്ലോസിനെ നമ്മൾ വേറൊരു പേരുടെ വിളിക്കും കേട്ടോ. കോൺസിക്വൻസ് ക്ലോസ് എന്നും വിളിക്കും. എന്ത് വിളിക്കും? കോൺസിക്വൻസ് ക്ലോസ് എന്നും വിളിക്കും. എന്തൊക്കെയാ ഉള്ളത്? ഒരു കണ്ടീഷണൽ ക്ലോസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മുടെ പോയിന്റ് കേട്ടോ. കണ്ടീഷണൽ ക്ലോസ് അതിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ്. അതിനകത്താണ് നമ്മൾ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ച കാര്യത്തിന്റെ കണ്ടീഷൻ പറയുന്ന ക്ലോസ് ആണ് ഇഫ് ക്ലോസ്. മറ്റേ ക്ലോസ് ഏതാണ്? മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസിന് കോൺസിക്വൻസ് ക്ലോസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിന് റിസൾട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാവേ. If you study well, you will succeed. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ തീർച്ചയായും വിജയിക്കും. എന്താണ്? നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ തീർച്ചയായും വിജയിക്കും. അതിനകത്ത് നോക്കിയേ, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുകയാണെങ്കിൽ എന്നുള്ള ആ സെന്റൻസ് മാത്രം പറഞ്ഞാൽ അതിനൊരു പൂർണ്ണമായ ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടോ? ഇല്ല അല്ലേ? നീ നന്നായി പഠിക്കുകയാണെങ്കിൽ എന്ന് വരുമ്പം ബാക്കി എന്തോ അതിനകത്ത് പറയാനുണ്ട്. അതും കൂടെ വന്നെങ്കിലേ കംപ്ലീറ്റ് ആയിട്ടൊരു അർത്ഥം വരത്തുള്ളൂ അല്ലേ? അങ്ങനെയുള്ള ക്ലോസസിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. എന്താണ്? സബോർഡിനേറ്റ് എന്നാണ്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായ അർത്ഥമില്ലാത്ത എന്നാൽ മെയിൻ ക്ലോസിന്റെ കൂടെ ചേർന്ന് കഴിയുമ്പം അർത്ഥം കിട്ടുന്ന ഒരു സെന്റൻസിന്റെ ഭാഗം അല്ലേ? അതിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ അതിനെ ഇഫ് വെച്ചിട്ടാണ് ബിഗിൻ ചെയ്യുന്നത്. ഇഫ് വെച്ചിട്ട് ബിഗിൻ ചെയ്യുന്ന സെന്റൻസസ് ക്ലോസസ് എല്ലാം എന്തായിരിക്കും? സബോർഡിനേറ്റ് ക്ലോസസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കിയേ, യു വിൽ സക്സീഡ്. നീ തീർച്ചയായും വിജയിക്കും. യു വിൽ സക്സീഡ് എന്ന് മാത്രം പറഞ്ഞെങ്കിലും എന്തുണ്ട്? യു വിൽ സക്സീഡ് എന്ന് മാത്രം പറഞ്ഞാലും അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടല്ലേ? യു വിൽ സക്സീഡ് എന്ന് മാത്രം പറഞ്ഞാലും അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. നീ തീർച്ചയായും വിജയിക്കും. അങ്ങനെയുള്ള ക്ലോസസിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു ക്ലോസ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാലും ഒരു കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു ക്ലോസിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ആംഗിളിൽ നോക്കിയേ, ഇഫ് യു സ്റ്റഡി വെൽ
എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ അല്ലേ? ഒരു കണ്ടീഷൻ വെക്കുകയാണല്ലേ? നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടീഷൻ പറയും. ചിലപ്പോൾ പിള്ളേരോടൊക്കെ പറയല്ലേ, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു സൈക്കിൾ വാങ്ങി തരാം എന്ന് പറയല്ലേ? ഐ വിൽ ബൈ എ സൈക്കിൾ ഫോർ യു അല്ലേ? അതിലെ കണ്ടീഷൻ എന്താണ്? നീ പഠിക്കണം, നീ പഠിക്കുകയാണെങ്കിൽ അല്ലേ? റിസൾട്ട് എന്താണ്? റിസൾട്ട് ആണ് നീ വിജയിക്കും എന്നുള്ളത് റിസൾട്ട് ആണ്. ഓക്കെ, അപ്പം സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്നും മെയിൻ ക്ലോസ് എന്താണെന്നും ഒക്കെ മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസസിനെ, കണ്ടീഷനും ഒരു റിസൾട്ടും ഉള്ള സെന്റൻസിനെയാണ് നമ്മൾ കണ്ടീഷണൽ സെന്റൻസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കണ്ടീഷണൽ സെന്റൻസസ് എന്ന് വിളിക്കുന്നത്. ഇനി കണ്ടീഷണൽ സെന്റൻസസ് സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും ഉണ്ട്. പാസ്റ്റ് ടെൻസിലും പ്രസന്റ് ടെൻസിലും എല്ലാം കണ്ടീഷണൽ സെന്റൻസസിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനൊക്കെ കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ്, അതായത് സിമ്പിൾ പ്രസന്റിലുള്ള ഒരു കണ്ടീഷണൽ സെന്റൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റിലാണ് കണ്ടീഷൻ എങ്കിൽ, ഇവിടെ കണ്ടീഷന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ് കണ്ടീഷനാണ്. കണ്ടീഷൻ ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ, ഇഫ് സബ്ജക്റ്റ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? റിസൾട്ടിന്റെ ഫോർമാറ്റ് ആണ് സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് V1. എക്സാമ്പിൾ നോക്കാവേ. ഇഫ് യു വാക്ക് ഇൻ റെയിൻ, യു വിൽ ഗെറ്റ് വെറ്റ്. എന്താണ് പറയുന്നത്? ഇഫ് ഉണ്ട്. ഇഫ് സബ്ജക്റ്റ് യു ആണ്, സിമ്പിൾ പ്രസന്റില് വാക്ക്. ഇഫ് യു വാക്ക് ഇൻ റെയിൻ, നീ മഴയത്ത് നടക്കുകയാണെങ്കിൽ, അതാണ് കണ്ടീഷൻ. ഇഫ് യു വാക്ക് ഇൻ റെയിൻ എന്നുള്ളതാണ് കണ്ടീഷൻ. റിസൾട്ട് എന്താണ്? നനയും അല്ലേ? നനയും എന്നുള്ളതാണ് റിസൾട്ട്. യു വിൽ ഗെറ്റ് വെറ്റ്, അത് ജസ്റ്റ് നമ്മൾ നനയും, വെറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. യു വിൽ ഗെറ്റ് വെറ്റ്, അതാണ് അതിന്റെ ഫോർമാറ്റ്. യു എന്ന് പറയുന്ന സബ്ജക്റ്റ്, വില്ല് കൊടുത്തിട്ടുണ്ട്, ഗെറ്റ് വെറ്റ് എന്നുള്ളത് V1 ഫോം ആണ്. എങ്ങനെയാണ്? കണ്ടീഷൻ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റിലാണെങ്കിൽ റിസൾട്ട് സബ്ജക്റ്റ് വിൽ ഓർ ഷാൾ പ്ലസ് ഷാൾ, ക്യാൻ, മേ പ്ലസ് V1 ഫോമിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു ഫോർമാറ്റ് നോക്കിയേ. ജസ്റ്റ് ഇതിന്റെ നേരെ റിവേഴ്സാണ് കേട്ടോ. നേരെ ഫസ്റ്റ് വണ്ണിന്റെ നേരെ റിവേഴ്സ് ഫോമാണ് എന്താ അടുത്തതില് ആദ്യം കൊടുത്തിരിക്കുന്ന റിസൾട്ടാണ്. അങ്ങനെ നമുക്ക് സെന്റൻസ് മേക്ക് ചെയ്യാം കേട്ടോ. റിസൾട്ട് ആദ്യം കൊടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് സെന്റൻസിനെ കൺസ്ട്രക്ട് ചെയ്യാം. റിസൾട്ട് ഏത് ഫോർമാറ്റിലാണ്? റിസൾട്ട് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1. ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ നോക്കിയേ. സെയിം ആണല്ലേ? സെയിം കാര്യമാണേ. ജസ്റ്റ് റിസൾട്ട്, നമ്മൾ കണ്ടീഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് എന്നുള്ളതിനെ നമ്മൾ നേരെ തിരിച്ച് റിസൾട്ട് കഴിഞ്ഞിട്ട് കണ്ടീഷൻ എന്നുള്ള ഫോർമാറ്റിലോട് സെന്റൻസിനെ മാറ്റുമ്പം എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1, അതാണ് നമ്മുടെ റിസൾട്ട് ഈ ഫോർമാറ്റിലാണെങ്കിൽ. കാരണം ഇങ്ങനെ പറയാൻ കാര്യം എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ വരുന്ന ഫോർമാറ്റ് ഡിഫറെൻ്റ് ആണ്. ചില ക്വസ്റ്റ്യൻസിൽ കൊടുത്തിരിക്കുന്നത് കണ്ടീഷണൽ ക്ലോസ് ആയിരിക്കും, ചില ക്വസ്റ്റ്യൻസിൽ കൊടുത്തിരിക്കുന്നത് കോൺസിക്വൻസ് റിസൾട്ട് ക്ലോസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ചില ക്വസ്റ്റ്യൻസിൽ. അപ്പം നമ്മൾ ചിലപ്പം ഉത്തരം എടുത്ത് എഴുതേണ്ടത് കണ്ടീഷണൽ ക്ലോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ക്ലോസ് ആയിരിക്കണം എടുത്ത് എഴുതേണ്ടത്. റിസൾട്ട് ക്ലോസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് ആയിരിക്കണം എടുത്തെഴുതേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടും തിരിച്ചും മറിച്ചും പറയുന്നത് കേട്ടോ. ഓക്കെ,
അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 എന്നുള്ള ഫോർമാറ്റിൽ റിസൾട്ട് സെന്റൻസ് ആദ്യം വന്നാൽ, റിസൾട്ട് ക്ലോസ് ആദ്യം വന്നാൽ അതിന്റെ കണ്ടീഷണൽ ക്ലോസ് എങ്ങനെയായിരിക്കും? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ്. സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? ഈ ഒരെണ്ണം പഠിച്ചാൽ മതി. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വരുമെന്നുള്ള കാര്യം ഓർത്തിരിക്കണം കേട്ടോ. എക്സാമ്പിൾ നോക്കിയേ. യു വിൽ ഗെറ്റ് വെറ്റ്. യു എന്നുള്ള സബ്ജക്റ്റ്, വില്ല്, ഗെറ്റ് വെറ്റ് എന്നുള്ളത് V1 ഫോം. ഇഫ് സബ്ജക്റ്റ് യു, സിമ്പിൾ പ്രസന്റിൽ വോക്ക് ഇൻ റെയിൻ അല്ലേ? നീ നനയും. യു വിൽ ഗെറ്റ് വെറ്റ്, റിസൾട്ട് ആണത്. യു വിൽ ഗെറ്റ് വെറ്റ് റിസൾട്ട് ആണ് ആദ്യം പറയുന്നത്. എപ്പോൾ നനയും അല്ലെങ്കിൽ എങ്ങനെ നനയും, അതാണ് കണ്ടീഷൻ. ഇഫ് യു വാക്ക് ഇൻ റെയിൻ, നീ മഴയത്ത് നനഞ്ഞാൽ അല്ലെങ്കിൽ നടന്നാൽ, നീ മഴയത്ത് നടന്നാൽ നീ നനയും. ഓക്കെ, അപ്പൊ ആദ്യത്തേത് മനസ്സിലായോ? ഈ ഒരെണ്ണം പഠിച്ചാൽ മതി കേട്ടോ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആണ് കണ്ടീഷൻ എങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് V1 എന്നുള്ളതായിരിക്കും അതിന്റെ റിസൾട്ട്. ഇത് മാത്രം പഠിച്ചാൽ മതി. അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ വരും. ഓക്കെ, ഇനി അടുത്തൊരു ഫോർമാറ്റ് എങ്ങനെയാന്ന് നോക്കാം. അടുത്തൊരു ഫോർമാറ്റ് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ, ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതാണ് കണ്ടീഷൻ കേട്ടോ. കണ്ടീഷൻ ഇതാണ്. കണ്ടീഷൻ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അതിൻ്റെ റിസൾട്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. മുമ്പേ നമ്മൾ എന്തൊക്കെയാ നോക്കിയേ? വിൽ, ഷോൾ, ക്യാൻ, മേ എന്നാ നോക്കിയത് അല്ലേ? അതിന്റെ നേരെ പാസ്റ്റിലേക്ക് വരുമ്പോൾ ഉള്ള വേർഡ്സ് എന്തൊക്കെയാ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 തന്നെ അല്ലേ? എക്സാമ്പിൾ നോക്കിയേ. ഇഫ് ഐ വൺ ദ ലോട്ടറി, എനിക്ക് ഞാൻ ലോട്ടറി എടുത്ത് ജയിച്ചിരുന്നെങ്കിൽ, എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ. ഐ വുഡ് ട്രാവൽ എ ലോട്ട്, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. ഒരുപാട് യാത്ര ചെയ്തേനെ അല്ലേ? യാത്ര ചെയ്തേനെ. നോക്കിയേ. ഇഫ് സബ്ജക്റ്റ് ഐ, സിമ്പിൾ പാസ്റ്റില് 1, അതാണ് കണ്ടീഷൻ. ഇഫ് ഐ വൺ ദ ലോട്ടറി, എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ. അതിന്റെ റിസൾട്ട് എന്താണ്? സബ്ജക്റ്റ് ഐ ഉണ്ട്, പിന്നെ നമ്മൾ വുഡ് എടുത്തു, V1 ആയിട്ട് എന്തെടുത്തു? ട്രാവൽ എ ലോട്ട്, ഞാൻ ഒരുപാട് യാത്ര ചെയ്തേനെ. അതാണ് അതിന്റെ റിസൾട്ട്. ലോട്ടറി അടിച്ചാൽ എന്നുള്ളത് കണ്ടീഷനും യാത്ര ചെയ്തേനെ എന്നുള്ളത് അതിന്റെ റിസൾട്ടുമാണ്. അടുത്ത ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതേ സെയിം സാധനം തന്നെയാണ്. മുമ്പേ പറഞ്ഞതുപോലെ ജസ്റ്റ് റിവേഴ്സ്. ഇവിടെയും ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദ്യം വരുക എന്നുള്ളത് മാത്രം ഓർത്തിരിക്കണം. ഓക്കെ. സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 അതാണ് നമ്മുടെ റിസൾട്ട്. റിസൾട്ട് ഈ ഫോർമാറ്റിൽ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ കണ്ടീഷൻ ഇഫ് സബ്ജക്റ്റ് സിമ്പിൾ പാസ്റ്റ് അല്ലേ? നേരെ സെയിം തന്നെ അല്ലേ? സെയിം സാധനം തന്നെയാണ്. പക്ഷേ റിസൾട്ടിന്റെ ക്ലോസ് ആദ്യം വേണമെങ്കിൽ വരാം. എക്സാമ്പിൾ, I would travel a lot if I won the lottery. I would travel a lot if I won the lottery. I would travel a lot എന്നുള്ളത് എന്താണ്? റിസൾട്ട് ആണ്. If I won the lottery എന്നുള്ളത് കണ്ടീഷൻ ആണ്. ഓക്കെ.
if I won the lottery എന്നുള്ളത് കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ 2 എണ്ണം നമ്മൾ പഠിച്ചല്ലേ? 2 എണ്ണം പഠിച്ചു. അടുത്തതൊന്ന് നോക്കിയേ. if plus subject plus had plus v3 അതാണ് കണ്ടീഷൻ എങ്കിൽ. കണ്ടീഷൻ if subject had v3 എന്നുള്ള ഫോർമാറ്റിലാണ് കണ്ടീഷൻ എങ്കിൽ അതിൻ്റെ റിസൾട്ട് ഏത് ഫോർമാറ്റിലായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് v3. സിമ്പിൾ പാസ്റ്റിൻ്റെ എന്തൊരു വ്യത്യാസമുള്ളത്? ഹാവ് പ്ലസ് v3 ആണ്. v1 വരേണ്ടതിന് പകരം ഹാവ് പ്ലസ് v3 ആണ് ഇതിൻ്റെ റിസൾട്ടിൽ വരേണ്ടത്. എങ്ങനെയാണ്? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, നീ പഠിച്ചിരുന്നെങ്കിൽ, നീ പഠിച്ചിരുന്നെങ്കിൽ അല്ലേ? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് അതാണ് നമ്മുടെ കണ്ടീഷൻ. ഇത് ഏതൊരു കാര്യത്തെയാ പറയുന്നേ? കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് അല്ലേ? കഴിഞ്ഞു പോയ ഒരു കാര്യത്തിലെ സാധ്യതയെക്കുറിച്ച് പറയുവാണ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, നീ പഠിച്ചിരുന്നെങ്കിൽ. ഇഫ് ഉണ്ട്, യു എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, ഹാഡ് ഉണ്ട്, v3 ഫോം ഓഫ് സ്റ്റഡി, അതായത് സ്റ്റഡീഡ് ഉണ്ട്. അതിൻ്റെ റിസൾട്ടിൻ്റെ ഫോർമാറ്റാണ് സബ്ജക്റ്റ് പ്ലസ് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് v3. എങ്ങനെയാണ്? സബ്ജക്റ്റ് യു ഉണ്ട്, വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, v3 ഫോം ഓഫ് പാസ്, അതായത് പാസ്റ്റ്. യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം, നീ എക്സാം പാസ്സായി പോയേനെ അല്ലേ? അന്ന് നീ പഠിച്ചിരുന്നെങ്കിൽ എക്സാം പാസ്സായി പോയേനെ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് എന്നുള്ളത് കണ്ടീഷനാണ്, എക്സാം പാസ്സായി പോയേനെ എന്നുള്ളത് റിസൾട്ടാണ് അല്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. അടുത്ത പോയിന്റിൽ ഇതുപോലെ തന്നെ നേരെ റിവേഴ്സ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് v3 അതാണ് റിസൾട്ട്. റിസൾട്ട് ക്ലോസ് ആദ്യം വരുന്ന കേസാണ്. റിസൾട്ട് ആദ്യം വരുന്ന കേസ്. റിസൾട്ട് ആദ്യം വരുമ്പം എന്ത് ചെയ്യും? അതിന്റെ കണ്ടീഷന്റെ ഫോർമാറ്റ് അതും മുമ്പത്തെ പോലെ സെയിം ആണ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് v3. ഇഫ് സബ്ജക്റ്റ് ഹാഡ് v3. ഇഫ് സബ്ജക്റ്റ് ഹാഡ് v3. നോക്കിയേ, യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. യു വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്. എന്താണ്? സബ്ജക്റ്റ് യു ഉണ്ട്, വുഡ് ഉണ്ട്, ഹാവ് പ്ലസ് v3, ഹാവ് പാസ്ഡ് ഉണ്ട്. എപ്പോഴാണ്? കണ്ടീഷൻ എന്താണ്? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, നീ പഠിച്ചിരുന്നെങ്കിൽ. ഓക്കെ ഓക്കെ അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ 6 ഫോർമാറ്റ് നമ്മൾ നോക്കിയെങ്കിലും അതില് 3 എണ്ണം നന്നായിട്ട് പഠിച്ചാൽ മതി അല്ലേ? 3 എണ്ണം നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് അതിൽ റിവേഴ്സിൽ ക്വസ്റ്റ്യൻ വരുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത 2 ഫോർമാറ്റ് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഫോർമാറ്റ് കേട്ടോ. നോക്കിയേ, ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ആണ് നമ്മുടെ കണ്ടീഷൻ എങ്കിൽ, അതായത് ഹാഡിന് ശേഷം വെർബ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ. ഹാഡിന് ശേഷം സബ്ജക്റ്റ് പ്ലസ് ഹാഡിന് ശേഷം വെർബ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ. വെർബ് ഇല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റ് കാണുമായിരിക്കും അല്ലേ? ഒബ്ജക്റ്റ് കാണുമായിരിക്കും. അങ്ങനെ ഒരു കേസ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് അങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ അതിൻ്റെ റിസൾട്ടിൽ എന്ത് വരും? വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് v1 തന്നെ വരും. വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് v1 എന്ന് വരും. അത് സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമാറ്റ് അല്ലേ? സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമാറ്റ് ആണ് കേട്ടോ. നോക്കിയേ, ഇഫ് ഐ ഹാഡ് എ കാർ. ഇഫ് ഐ ഹാഡ് എ കാർ
എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ I would drive it. I would drive it. I would drive it. അല്ലേ? എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് കണ്ടീഷനും I would drive it എന്നുള്ളത് എന്താണ്? I would drive it എന്നുള്ളത് അതിന്റെ റിസൾട്ടുമാണ്. ഓക്കെ, ഇതെന്ത് കേസാണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡിന് ശേഷം വെർബ് ഇല്ലാത്ത അവസ്ഥ. വെർബ് ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്താണ്? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഹാഡ് കഴിഞ്ഞിട്ട് എന്ത് വന്നു? V3. നമ്മളിത് കുറച്ചു മുമ്പേ കണ്ടായിരുന്നു അല്ലേ? എന്തുവാ കണ്ടേ? ഇവിടെ കണ്ടായിരുന്നു. അതെ, ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്നുള്ളതാണ് കണ്ടീഷനെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഹാവ് പ്ലസ് V3. സെയിം കേസാണ് അല്ലേ? സെയിം കേസ് തന്നെയാണ് പറയുന്നത്. ഇവിടെ എടുത്തു പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹാഡിന്റെ കാര്യം പറഞ്ഞപ്പം ഇവിടെ ഹാഡിന്റെ കൂടെ വെർബ് ഇല്ല, ഇവിടെ ഹാഡിന്റെ കൂടെ വെർബ് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഒന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇഫ് ഐ ഹാഡിൻറ്റ് ഗോൺ ഫ്രം ദെയർ, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് you would have passed the exam. If I hadn't gone from there, he would have kidnapped me. സെയിം കാര്യം തന്നെയാണ് കേട്ടോ. ഏതാ മുമ്പേ പറഞ്ഞ ഇത് തന്നെയാണിത്. അപ്പോൾ നമ്മൾ എത്ര ഫോർമാറ്റ് പഠിച്ചു? 8 ഫോർമാറ്റ് പഠിച്ചു. അതിൽ എത്ര എണ്ണം പഠിച്ചാൽ മതി? നന്നായിട്ട് 4 കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, 4 എണ്ണം നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഈ 4 എണ്ണം നോട്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി കുറച്ച് മോഡൽസ് പറയാം, കുറച്ച് റൂൾസ് ഒക്കെയാണേ. സെയിം കേസ്, സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ നോക്കി ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സോൾവ് ചെയ്ത് പോകാം. മോഡൽ 1, സെന്റൻസിന്റെ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ്. ഇഫ് സബ്ജക്റ്റ് V1 നമ്മൾ ആദ്യം പഠിച്ച ഫോർമാറ്റാ അല്ലേ? ആദ്യം പഠിച്ച ഫോർമാറ്റാണേ. എന്ന രൂപത്തിലാണെങ്കിൽ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റിസൾട്ട് അല്ലേ? അല്ലെങ്കിൽ കോൺസിക്വൻസ് ക്ലോസ് അല്ലേ? മെയിൻ ക്ലോസിൽ എങ്ങനെ വരും? സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൾ, മേ, ക്യാൻ പ്ലസ് V1. വിൽ, ഷാൾ, മേ, ക്യാൻ പ്ലസ് V1 എന്ന് ഉപയോഗിക്കുന്നു. ആദ്യത്തെ ഫോർമാറ്റ് അല്ലേ? അത് തന്നെയാ കേട്ടോ. ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. If you learn well. If plus subject plus V1 അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ കണ്ടീഷൻ. എന്താണ്? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോർമാറ്റിലാണ് കണ്ടീഷൻ എങ്കിൽ അതിൻ്റെ റിസൾട്ട് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും? മെയിൻ ക്ലോസിന്റെ ഫോർമാറ്റ് നമ്മൾ എന്താ പറഞ്ഞേ? സബ്ജക്റ്റ് എന്താ ഇവിടെ? സബ്ജക്റ്റ് ഇവിടെ യു. പിന്നെന്താ? വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ അല്ലേ? ഇഫ് യു ലേൺ വെൽ യു വിൽ. പിന്നെന്താണ്? യു വിൽ V1 അല്ലേ? ഇവിടുത്തെ കേസിൽ V1 പാസ് ആണ് അല്ലേ? അതാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, യു വുഡ് പാസ്, യു കുഡ് പാസ്, യു വുഡ് ഹാവ് പാസ്ഡ്, യു വിൽ പാസ്.
വുഡ് വരത്തില്ല, കുഡ് വരത്തില്ല, പിന്നെ വുഡ് ഹാവ് വരത്തില്ല. എന്തുകൊണ്ടാ? നമ്മുടെ കണ്ടീഷണൽ ക്ലോസ് സിമ്പിൾ പ്രസന്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് റിസൾട്ട് ക്ലോസും സിമ്പിൾ പ്രസന്റിലായിരിക്കും അല്ലേ? അല്ല, സിമ്പിൾ പ്രസന്റിലല്ല, ഫ്യൂച്ചറിലായിരിക്കും അല്ലേ? ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? യു വിൽ പാസ്. ഇഫ് യു ലേൺ വെൽ, യു വിൽ പാസ്. ഇനി അടുത്ത ഒരു പോയിന്റ്, ഒരു റൂള് നോക്കാം. സെന്റൻസിന്റെ മെയിൻ ക്ലോസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1 ഫോമിലാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ രണ്ടും ഒരേ ഫോർമാറ്റ് ആണ്, തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ വരും എന്ന് പറഞ്ഞില്ലേ? ഇത് നമ്മുടെ ആദ്യത്തെ ഫോർമാറ്റിന്റെ തിരിച്ചുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് ആദ്യം റിസൾട്ട് കൊടുക്കും, പിന്നെ കണ്ടീഷൻ കൊടുക്കുന്ന ഒരു കേസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും വരുന്നത്? ക്വസ്റ്റ്യനിൽ നമുക്ക് റിസൾട്ട് ആയിരിക്കും ആദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ റിസൾട്ട് ആദ്യം വന്നാല് അതിന്റെ ഇഫ് ക്ലോസ് എങ്ങനെ വരണം? ഇഫ് ക്ലോസ് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോമില് ആയിരിക്കണം. നോക്കിയേ, യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്, യു വിൽ ഗെറ്റ് ഹൈ മാർക്സ് എന്ന് വന്നാല് അതിന്റെ ആൻസർ എന്തായിരിക്കും? ഇഫ് വരണം, സബ്ജക്റ്റ് യു വരണം, വർക്ക്ഡ് ഹാർഡ്. വർക്ക്ഡ് എന്ന് പറയുന്നത് V1 ഫോം ആണോ? അല്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ അല്ല, ഈ ഓപ്ഷനും അല്ല അല്ലേ? വർക്ക്ഡ് ഉണ്ട് അതിനകത്ത് മൂന്നിലും. അപ്പൊ ആൻസർ എന്താ? ഇനി ഒരു ഓപ്ഷൻ കൂടെ ഉള്ളൂ, അത് വെട്ടിക്കളയാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് യു വർക്ക് ഹാർഡ്. ഓക്കെ, എന്താ വന്നേ? യു വിൽ ഗെറ്റ് ഹൈ മാർക്സ് എന്നുള്ളത് റിസൾട്ട് ആണ്, അതിന്റെ കണ്ടീഷനാണ് നമ്മൾ ഓപ്ഷൻസിൽ നിന്നും കണ്ടുപിടിച്ചത്. ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ചുമ്മാ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? ഈ ഫോർമാറ്റുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഒരു സെക്കൻഡ് മോഡൽ നോക്കാം, രണ്ടാമത്തെ മോഡൽ. രണ്ടാമത്തെ മോഡല്, സെന്റൻസിന്റെ മെയിൻ ക്ലോസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1 ഫോം. ഇതേത് ഫോമാ? നമ്മൾ ആദ്യത്തെ ഒന്നാമത്തെ ഫോമാണ് അല്ലേ? ഒന്നാമത്തെ ഫോമിൽ പഠിച്ചതിന്റെ മെയിൻ ക്ലോസിന്റെ ഫോർമാറ്റ് തന്നെയാണ് ഇത്. ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസില് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ ഉപയോഗിക്കാം. ഇതും സെയിം സാധനം തന്നെയാണ് അല്ലേ? സെയിം സാധനം തന്നെയാണ്. V1 പകരം നമ്മളിവിടെ ഈസ് ആമാറും സിമ്പിൾ പ്രസന്റിലുള്ള ഓക്സിലറി വേർബ്സ് തന്നെയാണ് അല്ലേ? സിമ്പിൾ പ്രസന്റിലുള്ള ഓക്സിലറി വേർബ്സ് തന്നെയാണ് ഈസും ആമും ആറും. അപ്പം V1 പകരം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറും ഉപയോഗിക്കാം. അത്ര ഇതിനകത്ത് പറയുന്നുള്ളൂ അല്ലേ? അത്രയും കാര്യം മാത്രം ഇതിനകത്ത് വ്യത്യാസമായിട്ട് പറയുന്നുള്ളൂ. എങ്ങനെയാ? എക്സാമ്പിൾ നോക്കിയേ, വി ക്യാൻ ഗോ ടു എ മൂവി. വി എന്ന് പറയുന്ന സബ്ജക്റ്റ്, ക്യാൻ ഉണ്ട്, ഗോ എന്ന് പറയുന്ന V1 ഫോം ഉണ്ട്. ഇതെന്താണ്? വി ക്യാൻ ഗോ ടു എ മൂവി റിസൾട്ട് ആണ്. ഇനി ഈ റിസൾട്ടിന്റെ കണ്ടീഷൻ എന്താണ്? ഇഫ് യു ഡാഷ് ഇൻട്രസ്റ്റഡ്. ഓപ്ഷൻസ് നോക്കിയേ, വെയർ, ഹാവ്, വിൽ ബി, ആർ. എന്താണ്? യു ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? നമ്മൾ പഠിച്ചു ഫോർമാറ്റിനകത്ത് ഈസ് ആമും ആറ് മാത്രമേ ഉള്ളൂ. യു ആയതുകൊണ്ട് തന്നെ ആറായിരിക്കും നമുക്ക് ഉറപ്പായിട്ടും അറിയാം. പിന്നെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ, ഓപ്ഷനകത്ത് ഈസും ആമും ഇല്ല, ആറ് മാത്രമേ ഉള്ളൂ അല്ലേ?
അപ്പം അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പം we can go to a movie if you are interested. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കിയാലോ. നോക്കാവേ. സെന്റൻസിന്റെ സബോർഡിനേറ്റ് ക്ലോസ്. സെന്റൻസിന്റെ സബോർഡിനേറ്റ് ക്ലോസ്, അതായത് ഇഫ് ക്ലോസില് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ എന്ന രൂപത്തിലാണെങ്കിൽ മെയിൻ ക്ലോസില് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1 ഉപയോഗിക്കുന്നു. തൊട്ട് മുമ്പ് പഠിച്ചതിന്റെ നേരെ റിവേഴ്സ് അല്ലേ? തൊട്ട് മുമ്പ് പഠിച്ചതിന്റെ നേരെ റിവേഴ്സ് അല്ലേ? നോക്കിയേ, അപ്പം നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇഫ് ഷീ ഈസ് ദെയർ, ഇഫ് എന്ന് പറയുന്നുണ്ട്, ഇഫ് ഉണ്ട്, സബ്ജക്റ്റ് ആയിട്ട് ഷീ ഉണ്ട്, ഈസ് ഉണ്ട്. അപ്പൊ ഇതെന്താ കണ്ടീഷനാണ്. ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് എന്താണ്? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം, കാരണം ഓപ്ഷൻസ് ഉണ്ടേ. ഓപ്ഷൻസ് ഉണ്ട്. യു ആണ് സബ്ജക്റ്റ്, യു ആണ് സബ്ജക്റ്റ്. ഓപ്ഷൻസിലെ സബ്ജക്റ്റ് യു ആണ്. ഓക്കെ, നമ്മളെന്താ പറഞ്ഞേ? ഇഫ് ഷീ ഈസ് ദെയർ, ഇഫ് ഷീ ഈസ് ദെയർ, ഇഫ് ഷീ ഈസ് ദെയർ. സബ്ജക്റ്റ് എന്താണ്? യു ക്യാൻ, പിന്നെന്താ? യു ക്യാൻ V1 ഫോം ആണ് അല്ലേ? V1 ഫോം. യു ക്യാൻ മീറ്റ് ഹർ, യു ക്യാൻ മീറ്റ് ഹർ. അതാണ് ആൻസർ. എന്തുകൊണ്ട് ബി ആയില്ല? കുഡ് വന്നു, ഇവിടെ എല്ലാം കുഡ് വന്നു. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് യു ക്യാൻ മീറ്റ് ഹർ ആൻസർ ആയത്. അടുത്ത എന്താ നോക്കാം. മോഡൽ 3. മോഡൽ 3 സെന്റൻസിന്റെ സബോർഡിനേറ്റ് ക്ലോസിൽ, അതായത് സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഇഫ് ക്ലോസ്. ഇനി അങ്ങോട്ട് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? സെന്റൻസിന്റെ ഇഫ് ക്ലോസിൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് വരുമ്പോൾ, ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അല്ലേ? നമ്മൾ ഇത്രയും നേരം കണ്ട പോലല്ല. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസില് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1. എന്താണ് മെയിൻ ക്ലോസില്? വിൽ ഓർ ഷാൾ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1. ഇതും നമ്മൾ ആദ്യം പഠിച്ചതിൻ്റെ, അതായത് ഒന്നാമത് നമ്മൾ പഠിച്ച ഫോർമാറ്റിന്റെ വേറൊരു ഫോം. ഹാവും ഹാസും വന്നു. പ്രസന്റ് ടെൻസിന് പകരം അവിടെ, പ്രസന്റ് ടെൻസിലുള്ള വേർബ്സിന് പകരം അവിടെ ഹാവ് അല്ലെങ്കിൽ ഹാസ് വന്നു. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ. ഇഫ് ഐ ഹാവ് ദ മണി, ഇഫ് ഐ ഹാവ് ദ മണി, ഇഫ് ഐ ഹാവ് ദ മണി എന്താ? ഏത് ഫോർമാറ്റാ? ഇഫ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ഹാവ് ഉണ്ട്, ദ മണി. അതിന്റെ റിസൾട്ട് എങ്ങനെ ആയിരിക്കണം? റിസൾട്ടില് സബ്ജക്റ്റ് ആദ്യം വരണം. ഐ. പിന്നെന്താണ്? വുഡ് ആണോ വരണ്ടേ? അല്ല, വിൽ. ഐ വിൽ. V1 എന്താണ്? ബൈയുടെ V1 ബൈ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഇഫ് ഐ ഹാവ് ദ മണി ഐ will buy a car. I will buy a car. Okay. ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. സെന്റൻസിന്റെ മെയിൻ ക്ലോസ്, അതായത് നമ്മുടെ റിസൾട്ട് ക്ലോസില്
സബ്ജക്റ്റ് പ്ലസ് വിൽ ഷാൾ മേ ക്യാൻ V1 വരുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് ഉപയോഗിക്കണം. എന്തായി പറയുന്നത്? തൊട്ട് മുമ്പ് പഠിച്ചതിന്റെ നേരെ റിവേഴ്സ് അല്ലേ? അത് തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സെന്റൻസിന്റെ മെയിൻ ക്ലോസില് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1 വരുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസിൽ എന്ത് വരണം? ഇഫ് ക്ലോസിൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് വരണം. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് വരണം. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ഐ വിൽ ഫോൺ യു ഇഫ് ഇനി എന്താ വരണ്ടേ? സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് വരണം അല്ലേ? ഇഫ് ഐ ഹാവ് ടൈം. ഇഫ് ഐ ഹാവ് ടൈം. ഇഫ് ഐ ഹാവ് ടൈം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു മോഡൽ നോക്കാം. സെന്റൻസിന്റെ ഇഫ് ക്ലോസില് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ V2 ഫോം വരുമ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വരണം? കുഡ് വുഡ് ഷുഡ് മൈറ്റ് പ്ലസ് V1 ഉപയോഗിക്കണം. ഇതെന്താ ഇത് മൂന്നാമത് പഠിച്ച ഫോർമാറ്റ് ആണ്. പക്ഷെ അത് രണ്ടായിട്ട് കണക്ക് കൂട്ടിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലേ? രണ്ടാമത്തെ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. 1ഉം 2ഉം ഒരുപോലെ ഇരിക്കും, 2ഉം 3ഉം 4ഉം ഒരുപോലെ ഇരിക്കും, 5ഉം 6ഉം ഒരുപോലെ ഇരിക്കും. 7ാമത്തെ ഒരെണ്ണം വ്യത്യസ്തമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, അത് തന്നെയായി പറയുന്നത് അല്ലേ? സബോർഡിനേറ്റ് ക്ലോസ്, അതായത് ഇഫ് ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ V2 ഫോം ആണ് വരുന്നതെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസിൽ കുഡ് വുഡ് ഷുഡ് മൈറ്റ് പ്ലസ് V1 ആണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാ? ഇഫ് യു ഹെൽപ്ഡ് മീ, നീ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ. അതിന്റെ മെയിൻ ക്ലോസ് എങ്ങനെ വരും? മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് ആദ്യം വരും, ഐ വരും, പിന്നെ കുഡ് വുഡ് ഷുഡ് അല്ലെങ്കിൽ മൈറ്റ്. അതിലാരാ വരുന്നേ? ഷുഡും ഉണ്ട് വുഡും ഉണ്ട്. ഇവിടെ ഷുഡും ഉണ്ട് വുഡും ഉണ്ട്. ഇവിടെ വില്ലായതുകൊണ്ട് ഇതല്ല അതിന്റെ ആൻസർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഷുഡും വുഡും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഓപ്ഷൻ കൂടെ കാണുമല്ലോ. അടുത്ത ഓപ്ഷൻ ഏതാ? അതും കുഡ് തന്നെയാണ്. ഓക്കെ, ഇഫ് യു ഹെൽപ്ഡ് മീ I would പിന്നെന്താ വരേണ്ടത്? V1 ഫോമാ വരേണ്ടത് അല്ലേ? V1 ഫോമാണ് വരേണ്ടത്. ഇവിടെ V1 ഫോമാണോ? അല്ല, ഹാവ് ഉണ്ടല്ലേ? അപ്പൊ ഇതല്ല കേട്ടോ, ഇതല്ല. എന്താ വരേണ്ടത്? I would help you. ഇതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. സെന്റൻസിന്റെ മെയിൻ ക്ലോസിൽ അതായത് നമ്മുടെ റിസൾട്ട് ക്ലോസിൽ ഷുഡ് വുഡ് കുഡ് മൈറ്റ് പ്ലസ് V1 വരുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് അഥവാ വെർബിന്റെ V2 ഫോം ഉപയോഗിക്കണം. ഇതും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ് കേസ് ആണ് അല്ലേ? ഓക്കെ, എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വുഡ് ഗെറ്റ് എന്നുള്ളത് V1 ഫോം. ഹി വുഡ് ഗെറ്റ് ദ ജോബ് ഇഫ് ഹി എന്താ വരേണ്ടത്? V2 ഫോം ആണ് വരേണ്ടത്. ഇവിടുത്തെ V2 ഫോം ഏതാണ്? ഹാഡ് ട്രൈഡ് ആണോ, വിൽ ട്രൈ ആണോ, വുഡ് ആണോ? V2 ഫോം എന്ന് പറയുന്നത് ട്രൈഡ് ആണ് കേട്ടോ. V2 ഫോം ട്രൈഡ് ആണ്. ഹി വുഡ് ഗെറ്റ് ദ ജോബ് ഇഫ് ഹി ട്രൈഡ്. അവൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവൻ ആ ജോലി കിട്ടിയേനെ.
ഓക്കെ, ഇനി ഒരു മോഡലും കൂടെ നോക്കാം. മെയിൻ ക്ലോസിൽ, അതായത് റിസൾട്ട് ക്ലോസിൽ കുഡ്, വുഡ്, ഷുഡ്, മൈറ്റ് പ്ലസ് V1 വരുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസിൽ വാസ് അല്ലെങ്കിൽ വെയർ, സിമ്പിൾ പാസ്റ്റ് അല്ലേ, സിമ്പിൾ പാസ്റ്റ് നമ്മൾ മൂന്നാമത് പഠിച്ച ഫോർമാറ്റ്. സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള വാസ് അല്ലെങ്കിൽ വെയർ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. ഇവിടെ എന്താ വരേണ്ടത്? ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? ഇഫ് ദി കമ്പ്യൂട്ടർ എന്നാ പറയുന്നത്. ഇപ്പോൾ ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം വാസ് ആണ് ഇവിടെ വരേണ്ടത്. ഇഫ് ദ കമ്പ്യൂട്ടർ വാസ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. നെക്സ്റ്റ് വൺ നോക്കിയേ. സെന്റൻസിന്റെ സബോർഡിനേറ്റ് ക്ലോസിൽ, സെന്റൻസിന്റെ സബോർഡിനേറ്റ് ക്ലോസ് എന്താന്ന് നമ്മൾ പറഞ്ഞേ? ഇഫ് ക്ലോസ് ആണ് അല്ലേ. സെന്റൻസിന്റെ ഇഫ് ക്ലോസിൽ ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ വരുമ്പോൾ എന്താ ഇത്? മുമ്പത്തേന്റെ തൊട്ട് മുമ്പ് പഠിച്ചതിന്റെ റിവേഴ്സ് കേസ് അല്ലേ? അത് തന്നെ. ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ ആണ് വരുന്നതെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ക്ലോസിൽ എന്ത് വരണം? സബ്ജക്ട് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉപയോഗിക്കണം. ഇഫ് മൈ ഫാദർ വാസ് ദേർ, ഇഫ് മൈ ഫാദർ വാസ് ദേർ എന്തായിരിക്കും ആൻസർ? ഹി എന്നുള്ള സബ്ജക്റ്റ് ഹി വുഡ്, പിന്നെ ഹെൽപ്പിന്റെ V1 ഫോം ഹി വുഡ് ഹെൽപ്പ് യു. Okay, if my father was there he would help you. ഓക്കെ, ഇന്ന് ഇത്രയും മോഡൽസ് നോക്കിയാൽ മതി. ഇനി ഒരു 4 മോഡൽസും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ജസ്റ്റ് നമുക്ക് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യാം ഇപ്പൊ പഠിച്ചത് അത്രയും. ആദ്യം നമ്മൾ എന്താ നോക്കിയത്? കണ്ടീഷണൽ സെന്റൻസ് എന്താണെന്ന് നോക്കിയല്ലേ? കണ്ടീഷണൽ സെന്റൻസ് എന്താ നോക്കി. എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതിന്റെ അല്ലെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞതിന്റെ സാധ്യത, അതിന്റെ സാധ്യതയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെന്റൻസിനെയാണ് നമ്മൾ കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ സെന്റൻസസിന് 2 പാർട്സ് കാണും. ഏതൊക്കെയാ പാർട്സ്? 2 ക്ലോസസ് അല്ലേ? 2 ക്ലോസസ്, മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഈ സബോർഡിനേറ്റ് ക്ലോസ് അതിനെയാണ് നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഫ് ക്ലോസ് എന്നും പറയുന്നത്. ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് അതെപ്പോഴും ഒരു കണ്ടീഷൻ ആയിരിക്കും. പിന്നെന്താണ്? മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് ആണ് നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട്, അതിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കണ്ടല്ലേ? എക്സാമ്പിൾ എന്താണ്? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ്. എന്താണ് പറയുന്നത്? നീ നന്നായി പഠിക്കുകയാണെങ്കിൽ അതെന്താണ്? അതാണ് കണ്ടീഷൻ അല്ലേ? അതാണ് കണ്ടീഷൻ. അതിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നതും. അതിന്റെ റിസൾട്ട് എന്താണ്? യു വിൽ സക്സീഡ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ്. നീ തീർച്ചയായും വിജയിക്കും എന്നുള്ളത് എന്താണ്? അതിന്റെ റിസൾട്ട് ആണ് അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ആണ്. ആ ഭാഗത്തിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാലും, അതായത് സബോർഡിനേറ്റ് ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിന്നാലും അതിന് പൂർണ്ണമായ ഒരു
ഒരു മീനിങ് ഉണ്ട് അല്ലേ, ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. യു വിൽ സക്സീഡ്, അത് തീർച്ചയായും വിജയിക്കും. അതേസമയം സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസിന് പൂർണ്ണമായ ഒരു അർത്ഥമുണ്ടോ? ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാലും പൂർണ്ണമായിട്ടൊരു അർത്ഥമില്ല അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും വിളിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫോർമാറ്റുകൾ കണ്ടു, കുറച്ച് ഫോർമാറ്റ്സ് കണ്ടു. എന്തിൻ്റെ? ഇഫ് ക്ലോസിന്റെ കുറച്ച് ഫോർമാറ്റ്സ് കണ്ടു. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം ഒന്നിച്ച് പഠിച്ചാൽ മതി. അത് സിമ്പിൾ പ്രസന്റിന്റെ കേസാണ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആണ് നമ്മുടെ കണ്ടീഷൻ വരുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് എപ്പോഴും സബ്ജക്റ്റ് പ്ലസ് വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് V1 ഫോർമാറ്റിൽ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ എന്താ നോക്കിയത്? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ഫോർമാറ്റിലാണ് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷൻ വരുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് എപ്പോഴും സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോർമാറ്റിൽ ആയിരിക്കും. അത് നേരെ റിവേഴ്സിലും പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത എന്താ നോക്കിയത്? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3, ഈ ഫോർമാറ്റിലാണ് നമ്മുടെ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷൻ വരുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് എപ്പോഴും ഏത് ഫോർമാറ്റിലായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോർമാറ്റിൽ ആയിരിക്കും. പിന്നെന്താ? പിന്നെ ഒരെണ്ണം കൂടെ നോക്കിയാൽ മതി അല്ലേ, ഒറ്റ കാര്യം കൂടെ. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ്, അതായത് ഹാഡ് കഴിഞ്ഞിട്ട് വെർബ് ഒന്നും ഇല്ലാത്ത കണ്ടീഷൻ, ഹാഡ് കഴിഞ്ഞിട്ട് വെർബ് ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ അവിടുത്തെ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ അവിടുത്തെ റിസൾട്ട് എങ്ങനെയായിരിക്കണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോർമാറ്റിലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, ബാക്കിയെല്ലാം ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നാളെ നോക്കാം.